ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തിൻ്റെ വചനമാണ്. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായും അതിനോട് ചേർന്ന് തന്നെയുണ്ട്. പക്ഷേ നമ്മളുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ദൈവവചന പഠനത്തിന് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുത്ത് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ വരവ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നുമല്ല, നമ്മൾ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒന്ന് നമ്മൾ കർത്താവ് വരുന്നു, നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഒന്ന് നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഒരുങ്ങണം. ഓരോരുത്തരും ഒരുങ്ങണം. കർത്താവ് വരുമ്പം ഗ്രൂപ്പായിട്ട് കൊണ്ടുപോവുകയല്ല, ഓരോ വ്യക്തികളെയുമാണ് വിളിക്കുന്നത്. ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് നിൽക്കാമായിരുന്നു, സഭയായിട്ടങ്ങ് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒരു യാഥാർത്ഥ്യം. നമ്മുടെ സഭയിൽ ഒരു പക്ഷേ നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരിൽ തന്നെ ചിലർ കൈവിടപ്പെട്ടു പോയേക്കാം. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ ഉപേക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ 50-50% ഒന്നും അല്ല അവിടുത്തെ വിഷയം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ എടുക്കപ്പെടണം എങ്കിൽ ഒന്നാമത് ഞാൻ ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ ജീവിക്കണം. വ്യക്തി ജീവിതത്തിൽ ഒരുക്കം ഏതൊക്കെ തലങ്ങളിൽ എന്നുള്ളത് നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒന്നാമത് വിശുദ്ധിയിൽ ഒരുങ്ങുക. കാര്യം, കർത്താവ് വരുന്നത് ഒരു വിശുദ്ധ സഭയെ ചേർക്കാനാണ്. ഞാൻ ആഫ്രിക്കയിലൊക്കെ എപ്പോഴും പറയും, ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. ഹി ഈസ് നോട്ട് കമ്മിങ് ബാക്ക് ടു ടേക്ക് എ സിംഗിങ് ചർച്ച്. He is not coming back to take a dancing church. He is not coming back to take a preaching church. He is coming back to take a holy church. ഒരു വിശുദ്ധ സഭയെ ചേർക്കുവാനാണ്, വിശുദ്ധരെ ചേർക്കുവാനാണ് കർത്താവ് രണ്ടാമത് വരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയിൽ നമ്മൾ ഒരുങ്ങണം എന്നുള്ളത് നമ്മൾ കണ്ടു. കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ്റെ മക്കളാണെങ്കിൽ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവന് പ്രവേശനമുണ്ട്. എന്നാൽ ആ മക്കൾ വിശുദ്ധിയിൽ തങ്ങളെ തന്നെ ഒരുക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ എല്ലാവരും അങ്ങ് പോകുമെന്ന് ചിന്തിക്കുന്നതിന് അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വയലിലിരിക്കുന്ന 2 പേരിൽ ഒരാൾ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത്. തിരികല്ലിൽ പൊടിക്കുന്ന 2 പേരിൽ ഒരുത്തിയെ സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പെർസെൻറ്റേജ് അല്ല ഇവിടുത്തെ വിഷയം. കൂടെ പ്രവർത്തിക്കുന്നവർ പോലും എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ തള്ളപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി നമുക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. ഭയത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീതിയോടെ എന്നുള്ളതിനേക്കാൾ കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭീതി വേണമെന്നല്ല, യു നീഡ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ്. ഭീതിയല്ല, ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. ഭയമല്ല ആവശ്യം, ശ്രദ്ധയാണ് ആവശ്യം. ഞാൻ എടുക്കപ്പെടുമോ, ഞാൻ എടുക്കപ്പെടുത്തി, അങ്ങനെ പേടിക്കുന്നവരുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ ആ ഒരു ബോധ്യം, അതായത് ആ വിശുദ്ധിയിൽ എൻ്റെ കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നു എന്ന ബോധ്യമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ
യാതൊരു രീതിയിലും പാപത്തിന് ഇടം കൊടുക്കാതെ. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരുങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ഒരുങ്ങുന്നത്, ഒരു ദിവസം കൊണ്ടല്ല. അതുകൊണ്ട് നമുക്കൊരു ടാർഗറ്റ് പോയിൻ്റ് ഉണ്ട്. ആ ടാർഗറ്റ് പോയിൻ്റിൽ എത്തിയില്ല എന്ന് വെച്ച് ഇവിടെ കിടന്ന് കരയേണ്ട കാര്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ ഉദാഹരണം, ആ അപ്പച്ചൻ പറഞ്ഞത്, അദ്ദേഹം, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ദൈവദാസൻ വളരെ വിശുദ്ധനായ ദൈവദാസനാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം സ്വർഗത്തിൽ പോകും, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കർത്താവിനോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു പേടിയായിരുന്നു, ഞാൻ കർത്താവിനെ പോലെ ആയില്ല എന്നോർത്ത് കരയുന്ന ഒരവസ്ഥ. ഒരു കണക്കിന് നല്ലതാണ്, പക്ഷേ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഭീതിപ്പെടേണ്ട കാര്യമല്ല. ഞാൻ നോക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, തിരിഞ്ഞ് നടക്കരുത്, ഇടത്തോട്ടും വലത്തോട്ടും നടക്കരുത്. നമ്മുടെ മുമ്പിലൊരു ടാർഗറ്റ് പോയിൻ്റ് ഉണ്ട്. അതാരാണ്? നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ കണ്ടുകൊണ്ട്, കാരണം ആ കർത്താവിനോട് കൂടെ നമ്മൾ ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നടക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ മുന്നേറുന്നതായ ഒരു അവസ്ഥ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ കണ്ടതാണ്. കാര്യം, നമ്മൾ നീതീകരിക്കപ്പെടുന്നു, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധീകരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ അശുദ്ധരല്ല, പക്ഷേ നാം കൂടുതൽ വിശുദ്ധിയോടെ കർത്താവിൻ്റെ മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. അതാണ് ഇവിടെ നമ്മൾ കർത്താവിനെ പോലെ ആയിക്കൊണ്ട് മുന്നേറുകയാണ്. അങ്ങനെ ആ മുന്നേറ്റത്തിൻ്റെ ഒടുവിൽ നമ്മൾ അവനെപ്പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കും എന്നുള്ളതാണ്. അതാണ് ഒരുക്കം. അവൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടും, നമ്മൾ അവനെപ്പോലെയാകും. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുന്നത് എന്നാണെന്നറിയാമോ? എനിക്കെങ്ങനെ യേശുവിനെ പോലെ ആകാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൾ യേശുവിൻ്റെ വാക്കുകൾ പോലെയാണോ എന്ന് ഞാൻ പരിശോധിക്കണം. അല്ലെങ്കിൽ അത് മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ, കുഞ്ഞുങ്ങളെ, നമ്മൾ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങൾ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അതിനർത്ഥം പാപം ചെയ്യാമെന്നല്ല. എഴുതിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പാപം ചെയ്യാതിരിക്കാനാണ് എഴുതിയത്, അല്ലാതെ പാപം ചെയ്യാനല്ല. അതുകൊണ്ട് വളരെ മോശമായ ടീച്ചിങ് ഉണ്ട്, എന്തോ ചെയ്താലും കുഴപ്പമില്ല അങ്ങ് പോകുമെന്ന്. അങ്ങനെയല്ല. പാപം ചെയ്യാതിരിക്കാനാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരുത്തൻ പാപം ചെയ്തുവെങ്കിൽ ആ പാപം ഏറ്റുപറയണം. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവൻ പക്ഷപാതം ചെയ്യും. പക്ഷപാതം ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് പക്ഷപാതം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പാപം ഏറ്റുപറയുന്നവർക്ക് വേണ്ടിയാണ്. അല്ലാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവന് വേണ്ടി യേശു പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പാപത്തിൽ വീണുപോയി. പാപത്തിൽ ചാടുന്നതും പാപത്തിൽ വീഴുന്നതും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. പാപത്തിൽ ചാടുന്നവന് രക്ഷയൊന്നുമില്ല. പാപത്തിൽ ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ദൈവസന്നിധി നമ്മുടെ പാപം ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ പിതാവിൻ്റെ അടുക്കൽ യേശു പറയും, സാജു അവനൊരു പാപത്തിൽ വീണു, പക്ഷേ അവൻ അനുതപിച്ചു, അതുകൊണ്ട് പിതാവേ അവൻ്റെ പാപം ക്ഷമിക്കണമേ. ഏറ്റുപറയുന്നവൻ്റെ പാപമാണ് ക്ഷമിക്കുന്നത്, അല്ലാതെ തോന്നിവാസം നടക്കുന്നവൻ്റെ പാപമല്ല. പാപത്തിൽ തുടരുന്നവൻ്റെ പാപമല്ല ക്ഷമിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പാപം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോലെ ഉപേക്ഷിക്കുകയും വേണം.
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ, ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ. ചിലരുണ്ട് പാപം ഏറ്റുപറയുന്നവരുണ്ട്, പക്ഷെ ഉപേക്ഷിക്കത്തില്ല, പിന്നെയും അത് തന്നെ ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം പറയും, കർത്താവേ ഞാൻ ഒത്തിരി പാപമൊക്കെ ചെയ്തു, അങ്ങ് ക്ഷമിച്ചേര് കേട്ടോ. കർത്താവിനോട് പറയും, അങ്ങ് ക്ഷമിച്ചേര്. പക്ഷേ ഏത് പാപം എന്നിൽ സംഭവിച്ചാലും ഞാൻ ഏറ്റുപറയുകയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ്. ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമെന്നല്ല, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അല്ലാതെ പിന്നെയും അത് ചെയ്യാനല്ല, പിന്നെയും മോഹങ്ങളിൽ പെട്ടുപോകാനല്ല. ഒരമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എല്ലാ ദിവസവും സഭയിൽ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഉടനെ പറയും, കർത്താവേ നീ നിൻ്റെ ചൂലുമായിട്ട് വരണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി മാറാലയുണ്ട്. മാറാലെന്ന് പറഞ്ഞാൽ അറിയാമോ? സ്പൈഡർ വെബ്, ചിലന്തി വല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചിലന്തി വലയുണ്ട്. അതുകൊണ്ട് കർത്താവേ നീ നിൻ്റെ ചൂലുമായി വരണമേ കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് പറയും. ഇതെന്നും കേട്ട് കഴിഞ്ഞ് ഒരു ദിവസം പാസ്റ്ററോട് ഇരിക്കുക. അമ്മച്ചി പറഞ്ഞു, കർത്താവേ നീ നിൻ്റെ ചൂലുമായി വരണമേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് കയറി പറഞ്ഞു, അതേ കർത്താവേ നിൻ്റെ ചൂലുമായി വരണമേ കർത്താവേ, ഇന്ന് ആ മാറാല തൂക്കുന്ന കൂട്ടത്തിൽ ആ ചിലന്തിയെ കൂടെ അങ്ങ് തല്ലിക്കൊല്ലണേ കർത്താവേ. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ചിലന്തി ഉണ്ടെങ്കിൽ പിന്നെയും എന്ത് ചെയ്യും? വലയുണ്ടാകും. അതുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. പാപം ഏറ്റുപറഞ്ഞിട്ട് പിന്നെയും അത് ചെയ്യുകയല്ല, അത് ഉപേക്ഷിക്കണം. അതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ വ്യക്തിപരമായി ഒരുങ്ങണം. കാരണം ഞാൻ തേജസ്സിലേക്കുള്ള യാത്രയാണ്. 2 കൊരിന്ത്യർ 3:18 നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഓരോ ദിവസവും നടന്നു പോകുമ്പോൾ, ഇപ്പം ഞാൻ അന്ന് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അതായത് ഇവിടെ ഒരു കസേര ഇട്ടിരിക്കുകയാണെന്ന് വെച്ചു, ഞാൻ അവിടുന്ന് കയറുകയാണ്, അവിടെ എങ്ങും വെട്ടമില്ല, ഇവിടെ മാത്രം നല്ല സ്പോട്ട് ലൈറ്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ അവിടുന്ന് വരുമ്പം ആദ്യം ഞാൻ പൂർണ്ണമായും പ്രകാശത്തിലേക്കാണ്, പക്ഷേ ഞാൻ ആ സ്പോട്ട് ലൈറ്റ് അവിടെ ഇല്ല. ഞാൻ അവിടുന്ന് നടന്നിങ്ങോട്ട് വരുംതോറും എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ മുഖം പ്രകാശത്തിന്മേൽ പ്രകാശം പരന്ന് ഈ സ്പോട്ട് ലൈറ്റിൻ്റെ കീഴെ വരുമ്പോൾ പൂർണ്ണ പ്രകാശത്തിലേക്ക് വരും. ഇതുപോലെ നീതീകരിക്കപ്പെട്ട നിമിഷം മുതൽ എന്നിൽ തേജസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ തേജസ്സിലേക്ക് ഞാൻ നടന്ന് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് മുന്നേറുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഒടുവിൽ എൻ്റെ അന്തിമമായ സ്റ്റേജ് ആകുമ്പോൾ ഞാൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഇത് ഒരു പ്രോസസ്സാണ്. നീതീകരിക്കപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക, തേജസ്കരിക്കപ്പെടുക എന്നുള്ള ആ ഒരു പ്രോസസ്സ്. അതേ പ്രതിമ, അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ് ഞാനിവിടെ പരിശ്രമിക്കുന്നത്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അത് കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരിക്കലും വിശുദ്ധരാകാൻ പറ്റത്തില്ല എന്നല്ല, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ കഴിയില്ല എന്നേ ഉള്ളൂ. എന്നോടൊരു അച്ചായൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ബ്രദറെ, നമ്മൾ ജഡത്തിലല്ലയോ ജീവിക്കുന്നേ, നമുക്കിവിടെ ഒരു രക്ഷയില്ല. പൗലോസ് പോലും പറയുന്നത്, ഞാനോ ജഡമയൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ പിന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. റോമാലേഖനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഞാനോ ജഡമയൻ, 7-ാം അധ്യായത്തിലാണ് പറയുന്നത്, ഞാനോ ജഡമയൻ പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതെന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ഞാൻ ജഡത്തിന് അധീനനായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ ഞാൻ ജഡത്തിന് അധീനനായിരുന്നു. എന്നാൽ അത് 7-ാം അധ്യായത്തിൻ്റെ
21 മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇത് കരയുന്നത് ഇപ്പോഴത്തെ പൗലോസല്ല. ആരാണ്? ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ സ്ട്രഗിൾ ചെയ്ത പൗലോസാ. അത് പഴയ കഥയാ. അത് പറഞ്ഞു നിർത്തുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞു നിർത്തുകയല്ല. 25-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആര് വിടുവിക്കുമെന്ന് ചോദിച്ചിട്ട് പൗലോസ് പറയാ, എന്നെ വിടുവിക്കുന്ന ഒരുവനുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8-ാം അധ്യായം ഈ വേദപുസ്തകം വായിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിക്കണം. 8-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വരുത്തിയിരിക്കുന്നെന്നാണ് പറഞ്ഞത്, വരുത്തുമെന്നല്ല, വരുത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ ജഡത്തിൻ്റെ അടിമയല്ല. ഒരിക്കൽ ഞാൻ ജഡത്തിൻ്റെ അടിമയായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ജഡത്തിൻ്റെ അടിമയല്ല. കാരണം ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നിൽ വ്യാപരിക്കുന്നത് ഇപ്പോൾ ന്യായപ്രമാണമല്ല, എന്നിൽ വ്യാപരിക്കുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. എന്നിൽ വ്യാപരിക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് ന്യായപ്രമാണം ഇല്ലെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ന്യായപ്രമാണം അത് പഴയ നിയമത്തിൽ, അത് കഴിഞ്ഞു. ഈയിടെ ഒരുത്തൻ കോട്ടയത്ത് പ്രസംഗിച്ചതാ, ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല, അത് മോശയാണ് വിളിച്ചത്, ഞാൻ വിളിക്കത്തില്ല. മോശയാ വിളിച്ചത് പാപിന്ന്, ഞാൻ ആരെയും വിളിക്കുകയില്ല. ഇന്നെന്താ പാപമില്ലേ? പാപമുണ്ട്, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ആ പാപത്തിൻ്റെ പ്രമാണത്തോട് പോരാടുന്ന ആത്മാവിൻ്റെ പ്രമാണം. ന്യായപ്രമാണം ഇല്ലാതെ ആയില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണം ഇന്ന് അനുസരിക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് അനുസരിക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ന്യായപ്രമാണത്തിലെ പല ന്യായപ്രമാണം ഇപ്പോൾ 10 കൽപ്പനകൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് മോറൽ ലോസാണ്, ധാർമ്മികമായ പ്രമാണങ്ങളാണ് 10 കൽപ്പനകളിൽ നമ്മൾ കാണുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ന്യായപ്രമാണമില്ല, അതുകൊണ്ട് ഇനി കൊല ചെയ്താലും കുഴപ്പമില്ല. ന്യായപ്രമാണമില്ല, അതുകൊണ്ട് ഇനി വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? ആണോ? അല്ല. ന്യായപ്രമാണത്തെ അപ്പം കൊലോസ്യ ലേഖനം എടുത്തുകൊണ്ട് വരും. ഇതൊക്കെ ഈ വാക്യങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന, ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് സമയം ഇല്ലാഞ്ഞിട്ട് ഞാനിത് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് ഇവരുപയോഗിക്കുന്ന, ഈ കൃപക്കാരുപയോഗിക്കുന്ന ഒരു വാക്യമാണ്, പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നോക്കുക, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൻ്റെ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇതുകൊണ്ട് എവിടെന്നാ പറയുന്നറിയാമോ? ന്യായപ്രമാണത്തെ യേശു കർത്താവ് മായിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം മായിച്ചെന്നാണോ? നിങ്ങളൊന്ന് വായിക്കുക സഹോദരങ്ങളെ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണത്താൽ നമുക്ക്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത്. യു സീ ദ ഡിഫറൻസ്? കയ്യെഴുത്താ മായിച്ചത്, ന്യായപ്രമാണമല്ല. അതായത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കൊല ചെയ്യരുത് എന്ന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഞാൻ കൊല ചെയ്താൽ എനിക്കെതിരെ ഒരു ശിക്ഷ, അല്ലെങ്കിൽ എൻ്റെ കുറ്റപത്രം, ആ കുറ്റപത്രം വെച്ച് എന്നെ ശിക്ഷ വിധിക്കാം. ഇതുപോലെ പാപം ചെയ്യുന്ന ഏത് വ്യക്തിക്കും നരകമാണ്. അത് ചട്ടങ്ങളാൽ എനിക്ക് വിരോധമായിരിക്കുന്ന കയ്യെഴുത്താണ്. ചട്ടമല്ല വിരോധമായിരിക്കുന്നത്, ആ കയ്യെഴുത്ത്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റാണ്.
ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ന്യായപ്രമാണം ക്രൂശിൽ തറച്ചില്ല. പ്രത്യുത ന്യായപ്രമാണ പ്രകാരം എനിക്ക് ശിക്ഷ ലഭിക്കേണ്ടതായ പാപങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. ഈ പാപങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഓരോ പാപം ചെയ്യുമ്പോഴും പിശാചിനോട് പറയാണ്, ഐ ബിലോങ് ടു യു. ഞാൻ ഒരു ബോണ്ട് എഴുതി കൊടുക്കുക. ബോണ്ട് എന്നുള്ള വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ്, ഐ ബിലോങ് ടു യു, ഐ ബിലോങ് ടു യു. ഓരോ പാപം ചെയ്യുമ്പോഴും ഞാൻ പിശാചിൻ്റെ വകയായിത്തീരുന്നു. അതിനുള്ള ബോണ്ട് എഴുതി കൊടുക്കുകയാണ്. നമ്മളിപ്പം 10 ലക്ഷം രൂപ ഒരാളോട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒരു ബോണ്ടുണ്ട്. ഞാൻ 10 ലക്ഷം രൂപ നിങ്ങളോട് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കടക്കാരനാണെന്ന ബോണ്ട്. ആ കടലാസ് ഉണ്ടെങ്കിലേ അയാൾക്ക് നാളെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ, ഒന്ന് പറ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്ന ഈ ബോണ്ട് അവൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാനിത് വീട്ടാനായിട്ട് ബാധ്യസ്ഥനാണ്. അങ്ങനെ പാപം ചെയ്ത എന്നെ പിടിച്ചോണ്ട് പോകാൻ, അല്ലെങ്കിൽ എനിക്കെതിരെ ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ഉള്ള ബോണ്ട്, ശിക്ഷ വിധിക്കുന്നത് ദൈവമാണ്, പക്ഷേ ശിക്ഷ വിധിക്കാൻ ചെന്ന് പറയാനുള്ള ബോണ്ട്, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിശാചിന് എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയാം, സാജു എൻ്റെ വകയാണ്, അവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം നീതിമാനായ ദൈവമാണ്. പക്ഷേ ക്രൂശിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ചട്ടങ്ങളാൽ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ബോണ്ട്, കയ്യെഴുത്ത്, അവൻ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവിടുത്തെ എഴുത്തെല്ലാം അവൻ്റെ രക്തം കൊണ്ടങ്ങ് മായിച്ചു കളഞ്ഞു. അതാ ക്രൂശിൽ സംഭവിച്ചത്. എനിക്കെതിരെ പിശാചിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോണ്ട് കർത്താവ് കാൽവറി ക്രൂശിൽ വാങ്ങിച്ച്, അതാ പൗലോസ് എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതായത് പിശാചിൻ്റെ കയ്യിൽ എനിക്കെതിരെയുള്ള ബോണ്ടെന്ന് പറയുന്നത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. അത് വെച്ച് മാത്രമേ അവന് കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അത് വേണം. എന്നാലും ഇവൻ മോശക്കാരനല്ല. അവൻ എന്തു ചെയ്യും? അവൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നും, സാജു ഇന്ന പാപം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഈ പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ വകയാണ്, പക്ഷേ എനിക്ക് ബോണ്ട് വേണം. അവൻ എഴുതി തന്ന ബോണ്ട് എന്തിയേ? ഇപ്പം അവൻ്റെ കയ്യിൽ അതില്ല, അവൻ്റെ കയ്യിലതില്ല. ഇപ്പം അതെവിടെയാ? ക്രൂശിൽ തറച്ചിരിക്കുകയാണ്. അവന് ക്രൂശിലേക്ക് നോക്കാൻ പോലും അവന് പേടിയാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിൽ പറയും, ദൈവമേ എൻ്റെ കയ്യിൽ അതില്ല, പക്ഷെ അവിടെ ഉണ്ട്, അവിടെ നോക്കത്തില്ല അവൻ, അവിടെ ഉണ്ട്. പിതാവായ ദൈവം എന്ത് പറയുന്നറിയാമോ? ഞാൻ അവിടെ ഒരു കടലാസ് കാണുന്നുണ്ട്, പക്ഷേ അതിൽ എഴുത്തൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ പുത്രൻ്റെ രക്തമാണ്. അതുകൊണ്ട് ഇവൻ്റെ മേൽ നിനക്ക് അവകാശമില്ല. ന്യായപ്രമാണം മായിച്ചു കളഞ്ഞില്ല. ന്യായപ്രമാണത്താൽ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായിച്ചു കളഞ്ഞത്. അവിടെ താഴത്തെ വാക്യം വായിക്കുമ്പോൾ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. നോക്കുക, വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഈ ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും അങ്ങനെ നടക്കുന്നില്ല. പക്ഷേ പണ്ട് ഒരു പാകിസ്ഥാൻ യുദ്ധം നടന്നായിരുന്നു. പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അന്ന് ജനറൽ മനക്ഷയായിരുന്നു ഇന്ത്യയുടെ സേനാധിപതി. അങ്ങേരെന്ത് ചെയ്തെന്നറിയാമോ? പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ സേനാധിപതിയെ കൊണ്ടുവന്ന്
ജനറൽ മനക്ഷയുടെ കാൽക്കൽ ആയുധം വെപ്പിച്ചു. അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആയുധം കൊണ്ട് വെച്ചിട്ട് നിൽക്കുകയാണ്. ആയുധമില്ല. ആയുധം ഇപ്പോൾ ജനറൽ മനക്ഷയുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഇതെന്നാ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായപ്രമാണം മായിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ന്യായപ്രമാണം മായിച്ചെന്ന് വേദപുസ്തകത്തിലില്ല. കയ്യെഴുത്താണ് മായ്ച്ചത്. ഈ വാക്യം വെച്ചാൽ ഇവർ പറയുന്നത് ചട്ടങ്ങളെ മായ്ച്ചെന്ന്. ചട്ടങ്ങളെ മായ്ച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായ്ക്കുന്നത്. യു സീ ദ ഡിഫറൻസ്? കയ്യെഴുത്ത് മായ്ച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പോഴ് എന്താ സംഭവിക്കുന്നത്? നമുക്കെതിരെ അവൻ്റെ കയ്യിൽ എന്തില്ല? കുറ്റപത്രമില്ല. എനിക്കെതിരെയുള്ള കുറ്റപത്രം, എൻ്റെ ബോണ്ട് അവൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അവൻ എൻ്റെ മേൽ അവകാശമില്ല. എനിക്കെതിരെ പിശാചിനുണ്ടായിരുന്ന ഏക ആയുധം എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റാണ്. അല്ലാതെ എന്തോ അവൻ്റെ കയ്യിൽ വേറെ എന്തോ ആയുധമാണ്? അവൻ രാത്രി വന്ന് പേടിപ്പിക്കുകയോ കഴുത്തിന് പിടിച്ച് ഞെക്കുകയോ ഒന്നുമില്ല. അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. അവൻ കൊണ്ടുവന്ന് നിൻ്റെ വഴിയിൽ കൂടോത്രം കുഴിച്ചിട്ട് അതിലേക്കൂടെ പ്രവർത്തിക്കുമെന്നൊന്നും ആരും പേടിക്കണ്ട. കൂടോത്രമൊന്നും ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ ഓരോരുത്തരിറങ്ങും. അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാൻ എടുക്കാം. ചിലപ്പോൾ അയാൾ തന്നെ നേരത്തെ വന്ന് കുഴിച്ചിട്ടതായിരിക്കും, ആർക്കറിയാം? അങ്ങനെയും ഉണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഗിമ്മിക്സൊക്കെ നിങ്ങൾ വിട്ടുകളയണം. കാരണം നമുക്കെതിരെ പിശാചിനുള്ള ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റാണ്. അത് കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച് ക്രൂശിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി നമുക്കെതിരെ അവന് ഒരു ആയുധവുമില്ല. ഹല്ലേലൂയ. നമുക്കെതിരെ ഒരു ആയുധവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയണമെന്ന് ചിന്തിച്ചത്, ഈ ദുരുപദേശങ്ങൾ ഒത്തിരി വളരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും പാപം ചെയ്താൽ കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, പാപം എപ്പോഴും പാപമാണ്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെ ദൈവം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി ഞാൻ ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ യേശുവിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് വ്യഭിചാരം ചെയ്യാൻ കഴിയില്ല, എനിക്കിപ്പോഴും കൊല ചെയ്യാൻ പറ്റില്ല. എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടിയുടെ നിയമങ്ങളുണ്ട്. അതാണ് യാഗങ്ങളും മറ്റും. യാഗം എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഇന്ന് നമ്മൾ പഴയ ഉടമ്പടിയുടെ ആളുകളല്ല, പുതിയ ഉടമ്പടിയുടെ ആളുകളാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പഴയ ഉടമ്പടി, ന്യായപ്രമാണത്തിൻ്റെ ആളുകളല്ല, പഴയ ഉടമ്പടി നമുക്കില്ലാത്തത് കൊണ്ട് ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, യാഗങ്ങളുമായിട്ട് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഇന്ന് നമുക്ക് ബാധകമല്ല. കാര്യം നമ്മളുടെ ഉടമ്പടി മാറി. ഇപ്പോൾ നമ്മൾ പുതിയ ഉടമ്പടിയുടെ ആൾക്കാരാണ്. പുതിയ നിയമത്തിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റാണ് ഉടമ്പടിയുടെ. കർത്താവ് പറയുമ്പോൾ ഇത് എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ പുതിയ നിയമം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനല്ല പറയുന്നത്. പുതിയ ഉടമ്പടി. ഇസ്രായേൽ മക്കൾ ദൈവവുമായിട്ട് സീനായി മലയിൽ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാൽവറി ക്രൂശിൽ യേശുവുമായി ഉടമ്പടി ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഉടമ്പടിയാണ് നമുക്ക്. പഴയ ഉടമ്പടിയുടെ പ്രശ്നം നമുക്കിനിയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ നിയമത്തിലെ നിയമങ്ങളനുസരിച്ച്, അങ്ങനെ ഇസ്രായേൽ മക്കളുടെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഉടമ്പടികളെല്ലാം അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം അനുസരിക്കണമെന്ന് വാശി പിടിച്ചവരായ ആളുകളുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ അടിമകളല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി നിയമമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ വേദവിപരീതമായ ഉപദേശമാണ് പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണമല്ല നീക്കിക്കളഞ്ഞത് ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായ്ച്ചു കളഞ്ഞത്. ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ്. ന്യായപ്രമാണം കൂടാതെ പാപം വിധിക്കപ്പെടുന്നില്ല.
ന്യായപ്രമാണം, ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലെങ്കിൽ, ഞാനതാ പറഞ്ഞത്, ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കോടതിക്ക് കഴിയില്ല. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത് കൊണ്ടാണ് നമുക്കെതിരെ കേസ് വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മളത് തെറ്റിക്കുകയാണെങ്കിൽ അല്ലേ? പക്ഷേ തെറ്റിച്ച മനുഷ്യൻ, ഇപ്പം പ്രസിഡൻറ്റ് ഒരു ദയാഹർജി കൊടുത്തു, പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുത്തു, ഞാനൊരു കൊലപാതകം ചെയ്തു, അറിയാതെ പറ്റിപ്പോയി, പക്ഷേ എന്നെ കൊലക്കുറ്റത്തിന് വിധിച്ചു, എന്നെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചെന്ന് വെക്കുക. പക്ഷെ ഞാനൊരു ദയാഹർജി കൊടുത്ത്, പൊന്നുടേതേ രക്ഷിക്കണം, തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുത്താൽ പ്രസിഡൻറ്റ് ഒരു അത് ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു ക്ഷമ നമുക്ക് നൽകി, ഒരു നോട്ട് തന്നു. ഇയാൾ കുറ്റവാളിയാണ്, പക്ഷേ ഏറ്റു പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പ്രസിഡൻറ്റ് എഴുതി തന്നാൽ പിന്നെ എന്നെ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലത്തില്ല. കാരണം പ്രസിഡൻറ്റിൻ്റെ ദയാഹർജി. ഇതുപോലെ നമ്മളുടെ പ്രാർത്ഥനയാൽ ദൈവം നൽകിയ നമ്മുടെ ദയാഹർജിക്ക് ദൈവം നൽകിയ പ്രതിഫലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ചോദ്യം, എൻ്റെ കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷ അതിനെ പ്രസിഡൻ്റ് ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞ് നാളെ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് കൊല ചെയ്യരുത് എന്ന നിയമം മാറുമോ? ഇല്ല. ഇന്നും ന്യായപ്രമാണം അതുപോലെയുണ്ട്. പക്ഷേ ന്യായപ്രമാണം കൊണ്ടല്ല നമ്മളെ വിധിക്കുന്നത്. അതാണ് അതിനകത്തെ കാര്യം. നമുക്കെതിരെ ഉണ്ടായിരുന്ന, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു. ന്യായപ്രമാണം കൊണ്ടാണത് ശക്തി ഉണ്ടായിരുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങി അത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ക്ലിയർ ആയോ ഈ കാര്യം? ഓക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരുപദേശങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ ഈ ഗ്രേസ് തിയോളജിയും മറ്റും കയറി വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്ത. ന്യായപ്രമാണമൊക്കെ പഴയ നിയമത്തിൽ അത് പോയി, ന്യായപ്രമാണം ഇല്ല, ഇനിയിപ്പോൾ എന്തോ ചെയ്താലും ദൈവം ഒന്നും ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് ദൈവവചനത്തിൽ തന്നെ പറയുന്നു, ന്യായപ്രമാണം അല്ല നീക്കിക്കളഞ്ഞത്. ന്യായപ്രമാണം നീക്കിക്കളഞ്ഞത് ഇവന്മാർ പ്രസംഗിക്കുന്നത്. ന്യായപ്രമാണം അല്ല നീക്കിക്കളഞ്ഞത്, ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായ്ച്ചു കളഞ്ഞത് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ. ഇനി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇനി പാപം ചെയ്യരുത്. കർത്താവ് പാപം ക്ഷമിച്ചവരോടൊക്കെ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. കല്ലേറ് കൊണ്ട് മരിക്കേണ്ടിയിരുന്ന സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ദീർഘവർഷങ്ങൾ 38 വർഷങ്ങൾ ശിലോഹാം കുളത്തിനടുത്ത് കിടന്ന ആ മനുഷ്യൻ, പാപത്തിൽ കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. പക്ഷേ എന്തു പറഞ്ഞു? ഇനി പാപം ചെയ്യരുത്. കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ഇനി പാപം ചെയ്യരുത്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. ദൈവം നമ്മെ വിളിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനാണ്? 1 തെസ്സലോനിക്കർ 4:3 നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധീകരണമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മളെ വിശുദ്ധിക്ക് അത്രേ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഓരോ വാക്യങ്ങളും വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധിയെ തികയ്ക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കണം, നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒരുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഭയങ്കര വലിയ കൺസേണാണ് ഈ കാലത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളൊക്കെ എന്തുമാത്രം പ്രലോഭനങ്ങൾ അവർക്കുള്ളത്, എന്തുമാത്രം പ്രലോഭനങ്ങൾ. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങളുടെ 100 ഇരട്ടി പ്രലോഭനം ഇന്നത്തെ പിള്ളേർക്ക് പാപം ചെയ്യാനുണ്ട്. അതിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കണമെങ്കിൽ അസാമാന്യമായ നിലയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഞാൻ വായിച്ച ഭാഗമുണ്ടല്ലോ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇത് നിങ്ങൾ അവരെ ഉപദേശിക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ ഒരുക്കണം. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി സഭയെ ഒരുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുക. സഭയെ അല്ലെങ്കിൽ സഭയിലെ ജനങ്ങളെ, സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടമല്ല, സഭയിലെ ജനങ്ങളെ ഒരുക്കുക. കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് സഭയെ ഒരുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ സഭയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. സഭയെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളുണ്ട്. ഞാനങ്ങ് തീരുമാനിച്ചോളാം, ഞാനും ദൈവവും കൂടെ തീരുമാനിക്കാം. അങ്ങനല്ല. കർത്താവ് നമ്മളെ വിളിച്ചത് വ്യക്തിപരമായിട്ടാണെങ്കിലും കർത്താവ് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് ഒരു സഭയിലാണ്. ഒരു സഭയുമായി ബന്ധമുള്ളവരായിരിക്കണം ഏത് വിശ്വാസിയും. അതിനൊരു സംശയവുമില്ല. ഒരു സഭ അടുത്തുണ്ടല്ലോ. ഏത് വിശ്വാസിയും. ചിലപ്പം പണ്ടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും മറ്റും സഭ എന്ന് പറയുന്നതൊന്നും ഇല്ലാതെ അങ്ങനെ വല്ല ഇൻഡിവിജ്വലായിട്ട് വല്ലവരുമൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന് കാണുമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വി ഹാവ് എ ചർച്ച്, വി ഹാവ് മെനി ചർച്ചസ്, ആൻഡ് പ്രേ ആൻഡ് ചൂസ് എ ചർച്ച് ആൻഡ് ഗോ ടു ദാറ്റ് ചർച്ച്, ബി എ മെമ്പർ ഓഫ് ദാറ്റ് ചർച്ച്. കാരണം ദൈവം നമ്മളെ വിളിച്ചത് ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും വിളിച്ചാക്കിയിരിക്കുന്നത് സഭയിലേക്കാണ്. അത് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ. ഓൺലൈനിൽ കണ്ട് എന്തോ ഓൺലൈനിൽ കാണുന്നത് എന്ത്, നമുക്ക് നമ്മുടെ പരിപാടിയെല്ലാം ചെയ്യുകയും ചെയ്യാം, ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അതല്ലയോ നടക്കുന്നത്. കോവിഡ് കൊണ്ട് ഒത്തിരി ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഗുണമുണ്ടായത് ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. പക്ഷേ വേറെ കാര്യമുണ്ട്, അതിൻ്റെ ദോഷവും ഉണ്ടായിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? ഈയിടെ എങ്ങാണ്ടൊരു പടം ഞാൻ കണ്ടതാ. ഭയങ്കര കരച്ചിൽ, ഒരു സ്ത്രീ ഭയങ്കര കരച്ചിൽ. നോക്കിയപ്പോഴാണ് ഉള്ളി അരിയുക. ആ കൈ ഇങ്ങനെ പോകുന്നത് എന്നാണെന്നറിയാമോ? ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് കൊട്ടിപ്പാടുകയാണെന്നാ. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. വി നീഡ് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്. സഭയുമായിട്ടുള്ള ഒരു ഒരുക്കം അനിവാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ദൈവം സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തിനകത്ത് നമ്മൾ കണ്ടല്ലോ, ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് നിയമിച്ചിരിക്കുന്നത് സഭയിൽ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ദൈവം എന്തിനാണ് സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്? സഭയിൽ വരുന്ന വിശ്വാസികളെ, അവിടെ പറയുന്ന കാര്യം എന്താണ്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. സഭയിൽ വന്ന് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും. അതിനാ സഭയിൽ വരുന്നത്. സഭയിൽ വരുന്നത് വെറുതെ കൊട്ടിപ്പാടിയിട്ട് മാത്രം പോകാനല്ല, ആത്മീക വളർച്ച സംഭവിക്കണം. ശുശ്രൂഷകരും അത് മനസ്സിലാക്കണം. പാസ്റ്റർ മാത്രമല്ല, ഇവിടെ പല ശുശ്രൂഷകരുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം എന്തിനു വേണ്ടിയാ? സഭയെ പണിയാൻ വേണ്ടിയാണ്. എന്തിനു പണിയണം? അവൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കണം. അതിനാണ് ശുശ്രൂഷകൾ. ഞാൻ സഭയിൽ വരുന്നത് എന്നെ തന്നെ സഭയുടെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാനാണ്. സഭയെ ഒരുക്കണം. അവിടെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നത് വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ
ആത്മീക വളർച്ചയ്ക്കും ആകുന്നു. ആത്മീക വളർച്ചയ്ക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, നോക്കുക, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും അവർ ശിശുക്കളാണ്. ആ ശിശുക്കളെ ഉപദേശത്തിൻ്റെ അനേക കാറ്റുകൾ പലയിടത്തുനിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടൊക്കെ നിൽക്കാൻ പരിശ്രമിക്കുന്നവനെ ഈ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ആലോചിച്ചോ, ഈ ദുരുപദേശക്കാർ കൂടുതലും ആരെയാണെന്നറിയാമോ? സഭയ്ക്കുള്ളിലുള്ളവരെ അല്ല, സഭയുമായിട്ട് ബന്ധമില്ലാത്തവനെ എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ ദുരുപദേശക്കാർ. സഭയുമായിട്ട് ബന്ധമില്ല. സഭയിലും ഉപദേശം വേണം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപദേശത്തിൽ അത് വി നീഡ് ടു ബി വെരി കെയർഫുൾ. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നത് വരെ, എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആകുന്നത് വരെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ വലഞ്ഞു പോകരുത്. ഉപദേശത്തിൻ്റെ കാര്യത്തിൽ അലംഭാവമുണ്ടാകുവാൻ പാടില്ല. സഭയിൽ ഉപദേശത്തിൻ്റെ കാര്യത്തിൽ അലംഭാവമുണ്ടാകുവാൻ പാടില്ല. കൃത്യമായിട്ട് ഉപദേശം പഠിപ്പിക്കണം. ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് കുറേ അപ്പച്ചന്മാരുണ്ടായിരുന്നു. ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ, സി കെ ദാനിയേൽ അപ്പച്ചൻ, ജോർജ് വർഗീസ് അപ്പച്ചൻ, കുറേ അച്ചായന്മാരുണ്ടായിരുന്നു. മാത്യു ശമേൽ അച്ചായൻ, ഈശോ ചായൻ, ജോയ് ചായൻ, അങ്ങനെ അവരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. അവരൊന്നും തിയോളജി ഏതെങ്കിലും വലിയ കോളേജിൽ പോയി PhD എടുത്തവരൊന്നും അല്ല, ഹീബ്രുവും ഗ്രീക്കും ഒന്നും പഠിച്ചവരല്ല. പക്ഷേ അവർക്ക് ഉപദേശം അറിയാമായിരുന്നു. ഉമ്മച്ചനപ്പച്ചനൊക്കെ 15 ദിവസം 20 ദിവസമൊക്കെ അടിസ്ഥാന വേദോപദേശങ്ങൾ. അതുകൊണ്ട് എന്താണെന്നറിയാമോ? സഭയിലെ മുഴുവൻ പേർക്കും ഉപദേശം അറിയാമായിരുന്നു. ഉപദേശം അറിയാവുന്നത് കൊണ്ട് ദുരുപദേശക്കാരൻ വന്നാൽ അവൻ്റെ വേല അവിടെ ചിലവാകത്തില്ല. നമ്മളൊരു ബാങ്കിൽ കാഷ്യറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ കള്ളനോട്ടിൻ്റെ പ്രത്യേകതകളല്ല പഠിപ്പിക്കുന്നത്, നല്ല നോട്ടിൻ്റെ പ്രത്യേകതകളാണ് പഠിപ്പിക്കുന്നത്. നല്ല നോട്ടിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതല്ലാത്തതെല്ലാം കള്ളനോട്ടാ എന്നതുപോലെ ശരിയായ ഉപദേശം നമ്മുടെ അപ്പച്ചന്മാർ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് സഭയിൽ അത് പഠിപ്പിക്കണം. അതിനുവേണ്ടി തന്നെ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കണം. ബൈബിൾ ക്ലാസ്സുകൾ വേണം. ഞാൻ ആഫ്രിക്കയിൽ എപ്പോഴും അവരോട് പറയും, അവർ സാധാരണ ബുധനാഴ്ച ബൈബിൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. എല്ലാവരും ഇല്ല, എന്നാലും ഞാൻ പറയും അവിടെ ഉപദേശം പഠിപ്പിക്കണം. പക്ഷേ ബൈബിൾ ക്ലാസ്സിന് വന്നു അവരൊരു പാട്ടും പാടിയൊക്കെ ഇരിക്കുന്ന ഒരു പതിവാണ്. അതാ ഒരു പ്രശ്നം. ഉപദേശം പഠിപ്പിക്കണം. സഭയിൽ ഉപദേശം പഠിപ്പിക്കണം. ഉപദേശം പഠിക്കാനായിട്ട് സഭയിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ചില ദിവസങ്ങൾ ബൈബിൾ ക്ലാസ്സുകൾ വേണം. ഉപദേശം പഠിപ്പിക്കണം. ഉപദേശം പഠിക്കണം. ഇതെന്താ സഭായോഗത്തിന് ചിലപ്പം വല്ല രീതിയിലും വന്ന് ഇരുന്നേച്ച് പോകുന്നതല്ലാതെ ഒരു ബൈബിൾ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആൾ വരത്തില്ലല്ലോ. പ്രവാചകൻ വരികയാണെങ്കിൽ ഓടി വരുന്നത് കാണാം. എൻ്റെ ഭാവി എന്താകുമെന്നറിയാൻ. നിൻ്റെ ഭാവി എന്നാകാനാ? എന്തോ പറ്റാനാ? എടാ, സ്വർഗത്തിലോട്ട് പോകാൻ നോക്കിയിരിക്കുന്ന നിനക്ക് എന്നാടാ ഇത്ര വലിയ പേടി നിൻ്റെ ഭാവിയുടെ കാര്യം? അല്ലെ എന്നെ പ്രവാചകനാണോ നിശ്ചയിക്കുന്നത് നിൻ്റെ ഭാവി? നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവ് കരുതിക്കോളും. എടാ, ഉപദേശം പഠിക്കാൻ വാ. അല്ലാതെ 2025 6-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു. ഇത്രയും നാൾ പിന്നെ എന്നെ തിന്മയാണോ ഒരുക്കിയേ? അല്ലല്ലോ. ഇതും കേട്ടോണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഒരു ബൈബിൾ ക്ലാസ് വെച്ചാൽ ഒരു മനുഷ്യൻ വരത്തില്ല. ബൈബിൾ ക്ലാസ് പല സഭകളിലും ഇല്ല. ആഫ്രിക്കയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതാണ്. ഉപദേശം ഒന്നും അറിയത്തില്ല, ABCD അറിയത്തില്ല. ഇവിടെ കുറച്ചൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നത് കൊണ്ട് അവിടെ ബൈബിൾ അവർ വായിക്കുന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ വലഞ്ഞു പോകുന്ന അവസ്ഥ, അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. സഭയെ ഒരുക്കേണ്ടത് ഉപദേശത്തിൽ വളർത്തണം. ശരിയായ നിലയിൽ ഉപദേശത്തിൽ വളർത്തണം. എന്തിനാ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ പൗലോസ്
ഇവിടെ എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ ഞാൻ നിമിത്തം ദൈവത്തിന് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നോക്ക്, അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്താണ്? ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന പോലെ അവന് നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നു. സഭ എന്തിനാ? വചനത്തിൽ സമ്പന്നരാക്കാനാ സഭ, പരിജ്ഞാനത്തിൽ സമ്പന്നരാക്കാനാണ് സഭ. എന്തോ സംഭവിക്കുന്നതെന്ന് വേദപുസ്തകത്തിൻ്റെ കാര്യം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയത്തുപോലുമില്ല. വചനത്തിൽ സമ്പന്നരാക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. എന്തിനാ? അവൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കണമെങ്കിൽ അവൻ്റെ വചനത്തിൽ നമ്മൾ സമ്പന്നരാകണം. സഭയുമായുള്ള നിരന്തര ബന്ധം നമുക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെയല്ല, നമ്മൾ പറയുമല്ലോ, പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നതെല്ലാം സഭകൾക്കാണ്. സഭകൾക്ക് ഓരോ ലേഖനങ്ങൾ എടുത്തു നോക്കിയാലും ഈ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. നോക്കുക, കർത്താവിൻ്റെ വരവിനെ അല്ലെങ്കിൽ ദൈവസഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളാണ്. സഭകൾക്ക്, വ്യക്തികൾക്ക് എഴുതുന്ന ലേഖനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ചില ലേഖനങ്ങൾ ഒനേസിമോസിനെ കുറിച്ചൊക്കെ എഴുതുന്ന പേഴ്സണൽ ലെറ്റേഴ്സൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മോസ്റ്റ് ഓഫ് ദി എപ്പിസിൽസ് വെർ റിട്ടൺ ടു ദ ചർച്ച്. ഇനി ദൈവത്തിൻ്റെ മനസ്സിൽ സഭയുണ്ട്, ആ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുന്ന പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത് സഭയ്ക്ക്. പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത് ഓൾമോസ്റ്റ് സഭകൾക്കാണ്. 2 കൊരിന്ത്യരുടെ ലേഖനം വായിക്കുമ്പോഴും അവിടെ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം, 1-ാം അധ്യായത്തിൽ ദൈവേഷ്ടത്താൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത് സഭയ്ക്ക്. വാക്യം ഓരോന്ന് ഞാൻ വായിക്കുന്നില്ല. ഓരോ വാക്യം എഫെസ്യ ലേഖനം വായിച്ചാലും ഗലാത്യ ലേഖനം വായിച്ചാലും തെസലോനിക്കയുടെ ലേഖനം വായിച്ചാലും എല്ലാം സഭയ്ക്ക്. കാര്യം സഭയെ ഒരുക്കുക എന്നുള്ളതാണ്. അതും കർത്താവിൻ്റെ നമ്മൾ കണ്ടല്ലോ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. നമ്മൾ അതിനുവേണ്ടിയാണ് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കണം, സഭ ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി, അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി സഭ ഒരുങ്ങണം എന്നുള്ളതാണ്. ദൈവജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ് സഭയുടെ ദൗത്യം. സഭയിൽ എന്തിനാണ് വരുന്നത്? സഭ വരുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ഒരു ചർച്ചിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് ഒരാൾ എഴുതി വെച്ചിരുന്നതാണ്. പണ്ട് ബോർഡ് എഴുതിയതാണ്, യു വാണ്ട് ടു ഗോ ടു ഹെവൻ, യു നീഡ് ടു ഫ്ലൈ, ആൻഡ് ഹിയർ വി ഗിവ് ദ ഫ്ലൈയിങ് ലെസൺസ്. ഇവിടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഫ്ലൈയിങ് ലെസൺസ് ഇവിടെ കൊടുക്കുന്നു, ഇല്ലേ? ഫ്ലൈയിങ് ലെസൺസ് അതിവിടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഫ്ലൈയിങ് ലെസൺസ്, അതിനുള്ള ഫ്ലൈയിങ് ലെസൺസ് കിട്ടുന്ന സ്ഥലമാണ് സഭ. ഈ സഭയാണ് നമ്മളെ ഒരുക്കുന്നത്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ചുമ്മാ അങ്ങ് വിളിക്കുകയല്ല, നമ്മളെ ഒരുക്കണം. ഇപ്പോൾ കൽപ്പന ചൗള പണ്ട് ആദ്യത്തെ വിമൻ ഇന്ത്യൻ ഹൂ വാസ് ഗോയിങ് ടു ദ സ്പേസിലേക്ക് പോകാൻ നേരം കൽപ്പന ചൗളയെ എങ്ങനെയാണ് വിളിച്ചത്? ISRO എന്നൊരു ഫോൺ കോൾ വരികയാണെന്ന് വെച്ചു. അങ്ങനല്ല, ഫോൺ കോൾ വരിക, ഹായ് കൽപ്പന ചൗളയല്ലേ? അതെ, ഞങ്ങൾ നിങ്ങളെ സ്പേസിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 8:30
സ്പേസ് ഷട്ടിൽ പുറപ്പെടുന്നത്. അതുകൊണ്ട് 8 മണിക്ക് മുമ്പ് ISROയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ആണോ? അല്ല. ഈ എത്രയോ നാളുകൾ സ്പേസിൽ ചെന്നാൽ അവിടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ലെസൺസ് കൊടുത്തിട്ടാണ്, സ്പേസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കൽപ്പന ചൗള പോയത്. ഇതുപോലെ സ്വർഗം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. അങ്ങനെ സ്വർഗം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. നമ്മളിവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. എഫേസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് മോളിൽ കയറ്റിയിരുത്തുന്ന കാര്യമല്ല. ഇവിടെ ഈ സഭയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അഥവാ സ്വർഗം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മളിവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരവസ്ഥ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഹെവൻലി പ്ലേസസ്. ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ല. ഇപ്പോൾ ഇവിടെ സ്വർഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം സ്വർഗം എന്ന് പറയുന്നത്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്, സ്വർഗം എന്ന് പറയുന്നത് ചർച്ച്, സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സഭ സ്വർഗത്തിൻ്റെ കോൺസുലേറ്റാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്, അംബാസഡേഴ്സാണ്. വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മളെപ്പോഴും ജീവിക്കാൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അംബാസഡറാണ്. അംബാസഡറുടെ പ്രത്യേകത എന്താ? അംബാസഡർ എപ്പോഴും ഏത് രാജ്യത്തിൻ്റെ അംബാസഡറാണോ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അത് എക്സ്പ്രസ് ചെയ്യുന്നവനാണ് ഒരു അംബാസഡർ. ഇന്ത്യൻ അംബാസഡർ ടാൻസാനിയയിൽ വന്നാൽ ടാൻസാനിയക്കാരനെ പോലെ അല്ല ജീവിക്കുന്നത്. അവൻ ഇന്ത്യയിൽ എങ്ങനെയാണോ ഇന്ത്യയുടെ സിസ്റ്റമാണ് അവൻ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ അംബാസഡർ ടാൻസാനിയയിൽ വന്നാൽ ടാൻസാനിയയുടെ സിസ്റ്റം ഫോളോ ചെയ്യത്തില്ല. നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ പാടില്ല. പകരം സ്വർഗത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്നവനാകണം ഓരോ വിശ്വാസിയും. നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ സ്ഥാനാപതികളാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. സഭ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിൻ്റെ കോൺസുലേറ്റാണ്. ഒരു കോൺസുലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കോൺസുലേറ്റിൻ്റെ പ്രത്യേകത ഏത് രാജ്യത്തത് ഇപ്പം അമേരിക്കൻ കോൺസുലേറ്റ് മദ്രാസിലുണ്ട്. പക്ഷേ മദ്രാസിൽ അമേരിക്കൻ കോൺസുലേറ്റ് ചെന്നാൽ ഇന്ത്യയുടെ സിസ്റ്റം അല്ല അതിനകത്ത് ഫോളോ ചെയ്യുന്നത്, അമേരിക്കയുടെ സിസ്റ്റമാണ്. കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണെങ്കിലും കോൺസുലേറ്റിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കൻ സിസ്റ്റമാണ്. കാര്യം അമേരിക്കയുടെ കോൺസുലേറ്റാണ്. ഇതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ഫോളോ ചെയ്യുന്നതായ സിസ്റ്റം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ സിസ്റ്റമാണ്. സഭയിൽ സ്വർഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സ്വർഗത്തിൻ്റെ സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അമേരിക്കൻ കോൺസുലേറ്റ് ചെന്ന് എല്ലാം ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ കാണുന്ന പറയും, എടാ ഇത് അമേരിക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? അമേരിക്കൻ കോൺസുലേറ്റ് മദ്രാസിൽ പോയി നമ്മളെ അനുവദിക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് പോയി നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്ന കാര്യം എന്തറിയാം? ഇതിപ്പോൾ അമേരിക്ക പോലെ ഉണ്ടല്ലോ എന്നതുപോലെ ഏതെങ്കിലും ഒരുത്തൻ പുറത്തുനിന്ന് നമ്മുടെ സഭയിലേക്ക് കയറി വന്നാൽ ഇത് സ്വർഗം പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന നിലയിൽ സഭ വളരണം. ഞാൻ ആദ്യം രക്ഷിക്കപ്പെടുമ്പോൾ ഞാനിവിടെ എൻ്റെ കഥ പറഞ്ഞതാണ്. ആദ്യമായിട്ട് ഒരു പെന്തിക്കോസ്ത് സഭയിൽ ഞാൻ ചെന്ന് കയറിയ ദിവസം ഞാൻ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുക. കാര്യം എൻ്റെ ചുറ്റുമുള്ളവരെ നോക്കിയപ്പോൾ അവരൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഞാനൊരു മനുഷ്യൻ പാപി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തു പോയി മാറത്തടിച്ച് നിലവിളിച്ച് കരയുക. കാരണം സ്വർഗം ഞാൻ അവിടെ കണ്ടു. ആ സഭയിൽ സ്വർഗം കണ്ടു.
മറ്റ് പുറത്തു നിന്ന് ഒരാൾ നമ്മുടെ സഭയിലേക്ക് കയറി വന്നാൽ സ്വർഗം കാണണം. സ്വർഗത്തിൻ്റെ കോൺസുലേറ്റ് ആയിരിക്കണം നമ്മുടേത്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരാകണം. സ്വർഗം പ്രാക്ടീസ് ചെയ്യുന്നവരാകണം. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ സ്വർഗത്തിലോട്ട് പോകാനുള്ളവരാ. അതാ അതിൻ്റെ കാര്യം. വളരെ സിമ്പിൾ. എന്തുകൊണ്ട് നമ്മളിവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം? കാര്യം നമ്മൾ ഈ നാട്ടുകാരല്ല. നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മുടെ സ്വന്തം നാട് എവിടെയാ? സ്വർഗം. വി ബിലോങ് ടു ഹെവൻ. അതുകൊണ്ട് ഇവിടെ ഞാൻ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളും എന്നെ സ്വാധീനിക്കത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്വർഗം പ്രാക്ടീസ് ചെയ്യുകയാണ്. അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ സഭകളൊക്കെ സ്വർഗത്തിൻ്റെ പതിപ്പാകണം. സ്വർഗത്തിൻ്റെ പതിപ്പാണെങ്കിൽ വഴക്കുണ്ടാകത്തില്ല. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളുടെ സഭയുടെ കാര്യം മാത്രമൊന്നുമല്ല, ഞാൻ സഭയുടെ കാര്യമല്ല പറയുന്നത്. എന്തെല്ലാമാ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് പെന്റിക്കോസ്റ്റൽ ചർച്ചസിൽ നടക്കുന്നത്. ലോകത്തിൻ്റെ സിസ്റ്റം മുഴുവൻ ഫോളോ ചെയ്യുക. അവിടെ വോട്ടെടുപ്പുണ്ട്, വോട്ട് പിടുത്തമുണ്ട്, വണ്ടിക്ക് ആളെ അടിക്കുന്നുണ്ട്. എന്തെല്ലാമാ കാണിക്കുന്നത്? ഫോളോ ചെയ്യുന്നത് സ്വർഗത്തിൻ്റെ സിസ്റ്റമല്ല, ലോകത്തിൻ്റെ സിസ്റ്റമാണ്. പ്രിയമുള്ളവരെ, ഇല്ല, നമ്മുടെ സഭ സ്വർഗത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യണം. പുറത്തു നിന്നൊരുത്തൻ വരുമ്പോൾ അവൻ പറയണം, ഇവരുടെ ഇടയിൽ വാസ്തവമായി ദൈവമുണ്ട് എന്ന് പറയാനിടയാകണം. സ്വർഗത്തിൻ്റെ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം. ദൈവജനത്തെ കർത്താവിൻ്റെ കാര്യം, നമ്മൾ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും. എൻ്റെ ഒരു മെസ്സേജുണ്ട് നിങ്ങൾക്ക്. എൻ്റെ മെസ്സേജസ് രാവിലെ വാട്സാപ്പിൽ വേണമെങ്കിൽ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇല്ലെങ്കിൽ അജു പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും വേണമെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കണമെങ്കിൽ ഞാൻ ടെക്നിക്കലി അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. നമ്മുടെ ഒരു പയ്യൻ നമ്മുടെ മിഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അവന് ഒരു എൻജിനീയറാണ്, അവൻ അമേരിക്കയിലാണ്. അവനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് സായിച്ചാൻ്റെ വെബ്സൈറ്റാണെന്ന് പറഞ്ഞ് അതിനകത്ത് എൻ്റെ മെസ്സേജസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ കിട്ടും. SJ മാത്യു, സാജു ജോൺ മാത്യു എന്നുള്ളതിന് sjmatthew.com അത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. sjmatthew.com. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വാട്സാപ്പ് മെസ്സേജ് കിട്ടണമെങ്കിൽ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ പാസ്റ്റർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. ഓക്കെ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തേക്കാൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു മെസ്സേജുണ്ട്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും. വി ആർ കോൾഡ് അൺ ടു ഹെവൻ. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിനായിട്ടാണ്. എന്നാൽ നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് എവിടെയാ? ഈ ഭൂമിയിലാണ്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരനല്ല, എൻ്റെ ലോകം ഇതല്ല, എൻ്റെ രാജ്യം ഇതല്ല. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നുവെന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുവെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തെ അതിനുവേണ്ടി എന്നെ ഒരുക്കാനാണ് സഭയിലെ ജനങ്ങളെ മുഴുവൻ അതിനുവേണ്ടി ഒരുക്കണം. സഭയെ ഒരുക്കുമ്പോൾ നിങ്ങളൊന്ന് നിന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ബൈബിൾ ക്ലാസ് വെച്ചാൽ ആൾ വരത്തില്ലല്ലോ, ഇല്ലേ? അങ്ങനെയല്ല. വചനം ഇവിടെ കേൾക്കണം, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. സഭയിലുടനീളം നമ്മൾ കാണുന്നത് ആ വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ ആദ്യത്തെ സഭ തുടങ്ങുമ്പോൾ തന്നെ ആ സഭയെക്കുറിച്ച് പറയുന്നത് അവർ സ്നാനപ്പെട്ട് വരുന്നവരെ കുറിച്ച്. അതായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യത്തെ സഭ 3000 പേര് സ്നാനമേറ്റു വന്നപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ, 41-ാം വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും
പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാ സഭയെ വേണ്ടത്. സഭയിൽ നമ്മൾ വരുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ, ദൈവവചനം കേൾക്കാനും പഠിക്കാനുമാണ് സഭയിൽ വരുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും ഫെലോഷിപ്പ് വേണം. എന്തോ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതെന്നാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്നാണ് തോന്നുന്നത്. ബാംഗ്ലൂരിലെ ഒരു കൊച്ചിനോട് കൊച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്. ഞാൻ ചോദിച്ചു, എന്താ മോളെ? ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ടെന്നാണ്. അതാ ഫെലോഷിപ്പ്. അതല്ല ഫെലോഷിപ്പ്. KFC കഴിച്ചോ, എനിക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഫെലോഷിപ്പ്. ശരീരത്തിൻ്റെ തല ക്രിസ്തു അല്ലേ? സഭയുടെ തല ക്രിസ്തു, നമ്മളെല്ലാം അവയവങ്ങളാണ്. എൻ്റെ ഈ ഇടത്തെ കയ്യിൽ ഒരു കൊതുക് വന്നിരുന്നാൽ ഞാൻ ഇതും കൊണ്ട് ഭിത്തിയെ കൊണ്ട് ഇടിക്കുകയല്ല, വന്നിരിക്കുമ്പം തന്നെ എൻ്റെ വലത്തെ കൈ അടിക്കും. എന്നാണെന്നറിയാമോ? ഈ കൈയും തമ്മിൽ ഫെലോഷിപ്പുണ്ട്. ഈ കൈയുടെ ആവശ്യങ്ങൾ ഈ കൈ നിർവഹിക്കും. ഇതുപോലെ നമ്മുടെ സഭകളിലെ വിശ്വാസികൾ തമ്മിൽ അവയവങ്ങൾ പോലെയുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിനെക്കുറിച്ച് എല്ലാം വിശദമാക്കാൻ മണിക്കൂറുകൾ വേണ്ട മെസ്സേജസാണ് ഇതൊക്കെ. എന്നാൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവസഭയെ ദൈവം ആക്കിയിരിക്കുകയാണ്. കർത്താവ് വരുന്നു. നമ്മൾ വളരേണ്ടത് ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് വളരണം, വ്യക്തിപരമായി ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം, കുടുംബത്തെ ഒരുക്കണം. 2, സഭ ഒരുങ്ങണം. അവൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങണം. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറിയില്ല. നാളെ രാവിലെ ഞാനിവിടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. വരാൻ പറ്റുന്നവർക്ക് വരാം. സഭയുടെ അതുപോലെ തന്നെ കർത്താവ് വരുന്നു, സഭയെ സുവിശേഷീകരണത്തിനായി ഒരുക്കുക എന്ന ആ ഒരു സബ്ജക്റ്റ് നാളെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് തീരാത്തത് കൊണ്ടാണ്. സുവിശേഷീകരണത്തിനായിട്ട് ഏറ്റവും കുറഞ്ഞ് നമുക്കറിയാമല്ലോ, ഈ സഭയെ ഒരുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മാത്രം അങ്ങ് പോയാൽ പോരാ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം പോകണം. അതാണ് സഭയുടെ ഏറ്റവും അടുത്ത ഒരുക്കമെന്ന് പറയുന്നത്. ഞാൻ ഒരുങ്ങണം, മറ്റുള്ളവരെ ഒരുക്കണം. ലോകത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ലോകത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. അതിനുവേണ്ടി സുവിശേഷീകരണത്തിൽ നമ്മൾ മുതിർന്നു വരണം. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. സ്വർഗ്ഗപിതാവേ, നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ വ്യക്തിപരമായി ഒരുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയിൽ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ, ഞങ്ങൾ കരുതലോടെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീകമായി വളരുവാൻ, അഭിഷേകത്തിൽ വളരുവാൻ, ദൈവ സാന്നിധ്യത്തിൽ വളരുവാൻ, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ സഭ ഒരുങ്ങുവാനിടയാക്കണമേ. ഞങ്ങളുടെ സഭ സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആകുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ നിൻ്റെ പ്രതിനിധികൾ, അംബാസഡേഴ്സും, ഞങ്ങളുടെ സഭ സ്വർഗത്തിൻ്റെ കോൺസുലേറ്റുമാകുവാൻ, മറ്റുള്ളവർ ഞങ്ങളുടെ സഭയിലേക്ക് വരുമ്പോൾ ഇത് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണല്ലോ എന്ന് പറയത്തക്ക നിലയിൽ സ്വർഗം ഞങ്ങളുടെ സഭയിൽ കാണുവാൻ തക്കവണ്ണം നീ ഇടയാക്കണമേ.